ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുച്ച കളിക്കാൻ വരുന്നില്ലേ? ഇല്ല, മക്കൾ കളിച്ചോ? വിഷ്ണുട്ടൻ കളിക്കുന്നില്ലേ? ഏ ചേച്ചിയമ്മ വാ കളിക്കാം. എന്നാ ഇനി അമ്മ ബാറ്റ്. ശരി എന്നാ. ഓ, ഇനി അമ്മ ബാറ്റ് ചെയ്യാം. ചേച്ചിയമ്മ എന്നെ ഔട്ടാക്കും. ആ എന്നെ ഔട്ടാക്കാൻ ധൈര്യം ഉണ്ടോന്ന് നിന്റെ വിഷ്ണു അച്ഛനോട് ചോദിച്ചു നോക്ക്. 6 അടിക്കും, 6. വിഷ്ണുച്ച വെല്ലുവിളി സ്വീകരിച്ച് ഒരു ഫാസ്റ്റ് ബോൾ അങ്ങെറിഞ്ഞേ. ഞാൻ ഇല്ല, മക്കൾ കളിച്ചോ? ഇനി ചേച്ചിയമ്മ ബാറ്റ് ചെയ്തോ? എന്നാ അമ്മേ. അത് നിങ്ങൾ കളിക്ക്. വിഷ്ണുട്ടാ, എന്തൊരു മൂഡ് ഓഫ്? കുഴപ്പമൊന്നുമില്ല, താങ്കളിക്ക് ഞാൻ ബോൾ ചെയ്തുതരാം. അതല്ല, വിഷ്ണുട്ടന്റെ മനസ്സിൽ എന്തോ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹാരം കാണാന്നേ. അല്ല, വേറൊന്നുമല്ല, ഞാനേ ആ കാണാതെ നസീറിന്റെ കാര്യം ആലോചിക്കായിരുന്നു. അവനെവിടെ? ഉത്തരം കിട്ടാത്തൊരു ചോദ്യചിഹ്നമായിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. നൂർജഹാൻ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി നാട് വിട്ടതാകാൻ വഴിയില്ലേ? അവൻ കെട്ടാനിരുന്ന പെണ്ണല്ലേ, ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ടുകിടന്ന പെണ്ണ്. അപ്പൊ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോ വേദന തോന്നും. ആ വേദനയില് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതായിരിക്കും, ഒരു സംശയം വേണ്ട. അവനങ്ങനെ ഭയം ഓടിപ്പോയിന്ന് പറഞ്ഞ് എനിക്ക് അവനങ്ങനെ തള്ളിക്കളയാനാവില്ല. ഇടോ, അവളുടെ കൂട്ടുകെട്ടുകളുടെ ആഴം മനസ്സിലാക്കൊണ്ട് തന്നെ പറയാന്ന് വെച്ചോ. അവനങ്ങനെ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു ടൈപ്പല്ല. ആരെ വേണമെങ്കിലും അവന്റെ മുമ്പിൽ കൊണ്ടു നിർത്താൻ കഴിവുള്ള കൂട്ടുകാരവനുണ്ട്. പിന്നെന്തിനാ അവൻ ഓടിപ്പോണേ? എന്നാ പിന്നെ അവൻ എന്ത് സംഭവിച്ചെന്നാ വിഷ്ണുട്ടൻ പറയുന്നത്? ഒന്നുകിൽ അവൻ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർക്കൊപ്പം എവിടെയെങ്കിലൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ടാവും. രണ്ടായാലും പ്രശ്നം ശാരദാമ്മയ്ക്ക് തന്നെയാ. അമ്മയ്ക്കെന്ത് പ്രശ്നം? നൂർജഹാനെ കാണാൻ അവൻ അവിടെ വന്നിരുന്നു എന്നല്ലേ അവന്റെ ബാപ്പ അവിടെ മൊഴി കൊടുത്തിരിക്കുന്നത്. അയാള് പറഞ്ഞ അനുസരിച്ച് അതിനുശേഷമാണ് നസീറിനെ കാണാതായിരിക്കുന്നത്. വീട്ടുകാർക്ക് പോലും അവന്റെ സ്വഭാവത്തിൽ വിശ്വാസമില്ല. അങ്ങനെയുള്ള ഒരുത്തിന് ശത്രുക്കൾ ഒരുപാടുണ്ടാവില്ലേ? ചതി ഇപ്പൊ ഏതു രീതിയിലും എവിടെ നിന്നും വരാലോ. ആ ചതിക്ക് ഉത്തരം തേടി പോലീസ് എത്തുന്നത് ശാരദാമ്മയുടെ വീട്ടിലേക്കായിരിക്കും ഞാൻ പറയുന്നത്. ആ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംശയങ്ങളും ചോദ്യങ്ങളും അവസാനിക്കണമെങ്കിൽ നസീർ തിരിച്ചു വരണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ സംശയത്തിന് നിഴലിൽ ജീവിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ.